എന്നോട് പറഞ്ഞത് ഓറൽ സെക്ഷൻ ചെയ്തിട്ടുള്ളൂ, വേറെ സെക്ഷൻ ചെയ്തിട്ടില്ല. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയത്. വേറെ സെക്ഷൻ വേറെ ചെയ്തിട്ടില്ല പറഞ്ഞു. വേറെ ഓറൽ സെക്സ് ചെയ്ത് മാത്രമാണ് എന്നോട് പറഞ്ഞത്. ഹംസേ, നീ പീഡന കാര്യത്തിൽ ഇത്ര മിടുക്കനാന്ന് ഞാൻ കരുതിയില്ല. നാണം വേണ്ട, പറഞ്ഞോളൂ. ാട്ടണ്ണൻ സന്തോഷ് വർക്കി എന്നെ പറ്റി പറയുന്ന മഹാതണ്ടിത്തരമാണ്. പുള്ളിക്കെതിരെ വീഡിയോ ഇടുമെന്ന് പറഞ്ഞപ്പോ പുള്ളി പേടിച്ചിട്ട് എനിക്കെതിരെ പറയുന്നുണ്ട്. പക്ഷെ ഇത് ചീപ്പായി പോയി, ചീറ്റിംഗ് ആയി പോയി. പ്രതികരിക്കുങ്ങളെ സെക്സി ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എന്ത് ഭ്രാന്തടാ ആറട്ടണ്ണ നീ പറയണത്? ഇവിടുത്തെ മോർച്ചറിയിൽ ഒരു ശവം കൂടി ഞാൻ കേട്ടു. ചേട്ടൻ വിളിച്ചത് അതുകൊണ്ട് വേറെ വല്ലതും വിളിപ്പിക്കണം. മനസ്സിലായോ? ഇന്നലെ വരെ നമ്മളോട് നിന്നതല്ലേ താൻ? എന്നിട്ട് താൻ ഇന്ന് നാളത്തോട് വിളിച്ചു പറയണത് കോൺക്രീറ്റ് ഇട്ടല്ലടാ സെക്സ് ചെയ്തെന്ന താൻ കണ്ടാ സെക്സ് ചെയ്യണത്? താൻ കണ്ടോ? ഇല്ല, കണ്ടില്ല. നമുക്കോട്ട് ഊഹിക്കാലോ. റിവേഴ്സ് പോകുമ്പോ ആ കണി ഞാൻ ഒന്ന് കണ്ടേക്കട്ടാ. എന്തിന്? കഷ്ടകാലം ആരംഭിച്ചോന്ന് അറിയാലോ. ഭ്രാന്താണോ? അറിയ പറയണ പോലെയല്ല. തനിക്ക് ഭ്രാന്തെന്നോ സന്തോഷം വർക്കി? ഇവൻ സമനില തെറ്റി ചെയ്യുന്ന ഈ ഇടയായിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടിയാണ്. കേസി കൊടുക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങളാന്ന് തോന്നുന്നു പലരുടെ. ഒരു അവസരം കിട്ടിയപ്പോ എല്ലാരും മുതലെടുക്കണേന്. മനുഷ്യനെ താഴ്ത്തി കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ്. ഞാൻ സെക്സ് ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. ഞാൻ വെർജിൻ ആണെന്നുള്ള കാര്യം എനിക്കറിയാം. നീ വെർജിനാണോ? ഞാൻ വെർജിനല്ല. നീ കൊടുത്തു, അവന്റെ കൂമ്പ് നോക്കി ഒരെണ്ണം കൊടുക്കാത്തത്. ഇനി അവസരം വരുമല്ലോ, അപ്പൊ കൊടുക്കാം. നിന്റെ മാക്സിമം നിനക്ക് ആ വാങ്ങിച്ച് തന്നിരിക്കും.